ഹായ് മക്കളെ, എക്സാം ആണെന്ന് പുറത്തിറങ്ങിയാൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് എക്സാം എഴുതാൻ സമയം കിട്ടിയില്ല സാറേ. ആ എസ്സേക്ക് ഞാനൊരു 5 മിനിറ്റ് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു സാറേ. ഇത് നിങ്ങൾക്ക് മുന്നേ തന്നെ അറിയാവില്ലേ? അതായത് ഇത്ര സമയം എക്സാം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ആൻസറും എത്ര സമയം കൊണ്ട് എഴുതി തീർക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ക്രമീകരിക്കേണ്ടേ. അതാരും നമുക്ക് എന്ത് ചെയ്യാനില്ല, പറഞ്ഞു തരാനില്ല. ഇനി ഒരിക്കലും നിങ്ങളാരും എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളും ചെയ്യരുത്, കരയരുത്. അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതായത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഇത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഇത്ര പേജ് എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് സാറിൻ്റെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതായത് ലൈക്കും ചെയ്യുക. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ക്ലാസ് 9ൻ്റെ നമ്മുടെ ഓരോ ചാപ്റ്ററിനെയും ഇമ്പോർട്ടൻറ്റ് നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ടാവും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസും നമുക്ക് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സേ മാർക്ക് കൂടുതൽ വരുന്ന ഓരോ ടൈപ്പാണെന്ന് മലയാളം, ഇംഗ്ലീഷൊക്കെ പറയാനുണ്ട്. മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ കേസിൽ ഏകദേശം 6 മാർക്കിനോളം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എക്സാം അതായത് എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മലയാളം, ഇംഗ്ലീഷൊക്കെ 6 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിനെ എത്രത്തോളം എഴുതണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷും മലയാളമൊക്കെ നമ്മൾ വാരി വലിച്ച് എഴുതുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, അതായത് ഏകദേശം ഒരു 1.5 പേജ് അല്ലെങ്കിൽ 1.25 പേജൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ആ 6 മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ ലാംഗ്വേജ് സബ്ജക്ട്സിന് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇംഗ്ലീഷിൽ ചില ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലെക്ചറുകൾ വരും, ഡയറി വരും, അതൊക്കെ ചിലപ്പം 6 മാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ 1.5 പേജ് തികയ്ക്കാൻ വേണ്ടിയിട്ട് വാരി വലിച്ച് എഴുതാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഡയറി ആണെങ്കിലും അതേപോലെ ലെക്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കോളൊക്കെ വരച്ചിട്ട് ആ ഫോർമാറ്റുകളൊക്കെ കറക്റ്റായിട്ട് എഴുതിയാൽ തന്നെ അതിന് കണ്ടൻറ്റ് കുറച്ചുള്ളൂവെങ്കിലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 6 മാർക്ക് എന്നുള്ള ആ ഒരു മാർക്ക് നമുക്ക് ഷുവറായിട്ട് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ. രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് നമുക്ക് 6 മാർക്കിന് വരുന്ന കേസാണെന്ത്, സോഷ്യലിൻ്റെ കേസിൽ. അപ്പോൾ സോഷ്യലിൻ്റെ കേസിൽ അതായത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കേസിൽ സാറേ ഈ 6 മാർക്കിന് വരുമ്പോൾ നിങ്ങളിങ്ങനെ വരിച്ച് വാരി എഴുതണോ അല്ലെ വാരി വലിച്ച് എഴുതണോ? അതിൻ്റെ ആവശ്യമില്ല. അതിൽ ഓരോന്നും 6 മാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8 പോയിന്റ് വൈസായിട്ട് ഓരോന്നും സെപ്പറേറ്റ് പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷുവറായിട്ട് മാർക്ക് കിട്ടും. SSLCക്കൊക്കെ ആ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് കൊടുക്കാറുണ്ട് ടീച്ചേഴ്സ്. നിങ്ങൾ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, 6 മാർക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോഷ്യൽ സയൻസിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വാരി വലിച്ച് എഴുതേണ്ട, പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ. ഇനി ബാക്കിയുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ സബ്ജക്റ്റുകളൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ മാക്സിമം വരുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ മാത്സ് സബ്ജക്റ്റ്, അപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റുകളും മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം എഴുതുക. അതിൻ്റെ കൂടെ വലിച്ചു വാരി എഴുതേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ്. കാരണം നമ്മൾ 1 മാർക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എല്ലാവരും പറയുന്നതാണ്, ഞാൻ 1 മാർക്കിൻ്റെ 1/2 പേജ് എഴുതി എന്നുള്ളത്. ഒരു കാര്യവും ഇല്ലടാ. ആ ടീച്ചർ നിങ്ങൾ എത്ര എഴുതിയാലും ടീച്ചറിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 1 മാർക്കല്ലേ, അതിൽ കൂടുതൽ തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മാർക്കിന് 1 സെൻറ്റൻസ് മതിയെങ്കിൽ അത് മതി. അല്ലാതെ വലിച്ചു വാരി എഴുതി നമുക്ക് ഒന്നാമത് സമയം ഉണ്ടാവില്ല, വെറുതെ എഴുതിയിട്ട് മാർക്കും കിട്ടില്ല. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വേണം, ഉള്ളിലേക്ക് വേണം. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളൊരു പാരഗ്രാഫ് ഒക്കെ ചെയ്ത്, ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 4-5 സെൻറ്റൻസ് വരുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഒരു 1/2 പേജ് അല്ലെങ്കിൽ 3/4 പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. 4 മാർക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, 5 സാധാരണ വരാറില്ല, ദെൻ 6 മാർക്കാണ് വരാറുള്ളത്. ഓക്കെ അല്ലേ? ദെൻ മാത്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പിക്ചറൊക്കെ വരയ്ക്കാൻ നോക്കുക. വെറുതെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ആൻസർ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ഇതിങ്ങനെയൊക്കെ വരച്ചിട്ട് വെറുതെ 1-2 വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇനി എക്സാം എഴുതണം. കൂടുതൽ നേരം ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കൂടുതൽ നേരം സമയം കളഞ്ഞിട്ട് ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാനം നമ്മുടെ എസ്സേ എഴുതാനോ മറ്റുള്ളത് എഴുതാനോ നമ്മൾ എന്ത് ചെയ്ത് സമയം കിട്ടാത്തൊരവസ്ഥ വരരുത്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം എഴുതണം. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ
നമുക്ക് എന്തില്ല സമയം കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ സമയം കിട്ടാത്ത എത്ര പേര് എക്സാമിന് സമയം കിട്ടും, നമ്മൾ കഴിഞ്ഞ ഓണം എക്സാമിനൊക്കെ സമയം കിട്ടാതെ വന്നിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത ക്രിസ്മസ് എക്സാമിന് ഇതുപോലെ പഠിച്ചിട്ട് ഇതുപോലെ എഴുതിയിട്ട് തന്നെ ഫുൾ മാർക്ക് വാങ്ങണം. അതേപോലെ തന്നെ ഈ 6 പോയിൻ്റൊക്കെ നിങ്ങൾ പഠിക്കുമ്പം അല്ലെങ്കിൽ എസ് എ എഴുതാനൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ഓൾറെഡി നിങ്ങളൊരു പാറ്റേൺ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതായത് നമുക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വൃത്തിയായിട്ട് അറിയാൻ പറ്റും, പക്ഷെ ഒരു പോയിൻ്റൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആ പോയിൻ്റ് ഞാൻ മറന്നു പോയല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓരോ പോയിന്റും ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ഓരോ പോയിന്റും ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് പോവുക. എക്സാം ഹാളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ അതൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, വൈബാക്കുക, പവറാക്കുക, ക്രിസ്മസ് എക്സാം പൊളിക്കുക. ഓക്കെ, ടാറ്റാ.